അല്ലാഹുവിന്റെ തിരുദൂതർ ചോദിച്ചു പത്രേ, അലാ ഉഖ്ബിറുകും ബിഖൈരി മാ യക്നിസുൽ മർഉ, അലാ ഉഖ്ബിറുകും ബിഖൈരി മാ യക്നിസുൽ മർഉ. ഒരു മനുഷ്യനവന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന, ഒരു പുരുഷനവന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും അമൂല്യമായ നിധി ഏതെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? ഒരു പുരുഷനവന്റെ ജീവിതത്തിൽ കിട്ടുന്ന വിലമതിക്കാൻ കഴിയാത്ത അമൂല്യമായ നിധി ഏതെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ? അള്ളാഹുവിന്റെ പ്രവാചകന് സഹാബത്തിനെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുമ്പോ സ്നേഹത്തോടെ വല്ലാത്ത ആകാംക്ഷയോടെ സഹാബത്ത് പറഞ്ഞു പത്രേ, തങ്ങളുടെ ജീവിതത്തിന്റെ വിലമതിക്കാൻ കഴിയാത്ത നിധി ഏതെന്നറിയാൻ അനുയായികൾ പറഞ്ഞു പത്രേ, നബിയെ പറയുക. ബലായ റസൂലല്ലാഹ്, അള്ളാന്റെ തിരുദൂതരെ പറയുക നബിയെ, അള്ളാഹുവിന്റെ തിരുദൂതരെ പറയുക നബിയെ. അള്ളാന്റെ പ്രവാചകൻ അവരോട് പറഞ്ഞ നിധി ഏതെന്നറിയുമോ? മദീന മകരത്തിന്റെ പ്രാന്തത്തിലുള്ള ഈത്തപ്പഴ തോട്ടമല്ല, അവിടെ കണ്ട ഏറ്റവും വലിയ സ്വർണത്തിന്റെ ശേഖരവുമല്ല. ഒരു പുരുഷന് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും അമൂല്യമായ നിധി ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അൽ മർഅതു സാലിഹാ, അൽ മർഅതു സാലിഹാ, അൽ മർഅതു സാലിഹാ. സാലിഹത്തായ പെണ്ണാണ്, സച്ചരിതയായ നിന്റെ ഭാര്യയാണ്. ഒരു പുരുഷനവന്റെ ജീവിതത്തിൽ കിട്ടുന്ന അമൂല്യമായ നിധി അവന്റെ സച്ചരിതയായ ഭാര്യയാണ്, ഭാര്യയാണ്, ഭാര്യയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂല് പറഞ്ഞു. ഒരു പുരുഷന്റെ ജീവിതത്തിൽ കിട്ടുന്ന വിലമതിക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ നിധി ഏതാ? അൽ മർഅതു സാലിഹ, അവന്റെ ഭാര്യയാണ്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കട്ടെ. അങ്ങനെ ആകാനുള്ള വഴലാണ് ഇന്നത്തെ വാത്. സഹോദരിമാർ നന്നായിട്ട് കേട്ടിരിക്കും, സഹോദരങ്ങൾ അതിനേക്കാൾ നന്നായിട്ട് കേട്ടിരിക്കും. അൽ മർഅതു സാലിഹ, സാലിഹത്തായ ഭാര്യ, സച്ചരിതയായ ഭാര്യ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒന്ന് ചിന്തിച്ചു നോക്കി. പുരുഷന്മാര്, നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ വിലമതിക്കാൻ പറ്റാത്ത, വില നിശ്ചയിക്കാൻ പറ്റാത്ത നിധി, ആ നിധി നിങ്ങളുടെ ഭാര്യയാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു? ഇവിടെ ഇരിക്കുന്ന ഭർത്താക്കന്മാരോടാണ് ചോദ്യം. നിങ്ങളുടെ ജീവിതത്തിലെ വിലമതിക്കാൻ കഴിയാത്ത, നിങ്ങളുടെ വീടിനേക്കാളേറെ, നിങ്ങളുടെ സമ്പത്തിനേക്കാളേറെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടിയതിനേക്കാളേറെ ഏറ്റവും വിലമതിക്കാൻ പറ്റാത്ത നിധി, ആ നിധി ഏതാണ്? അവരാണ് ഇതാ വലതു ഭാഗത്ത് കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ നിധി അള്ളാഹു അങ്ങനെ ആക്കട്ടെ. യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ആവേണ്ടത്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ നിധിയാക്കി തരട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അപശകുനമുണ്ടെങ്കിൽ അത് 3 കാര്യങ്ങളാണ്. അശ്ഉമു ഫീ സലാസത്തി അഷിയ. നമ്മൾ ചിലര് പറയില്ലേ, ഓ ഇതൊരു ലക്ഷണം കെട്ടാന്ന് പറയില്ലേ? സാധാരണ പറയാറില്ലേ? ഇതും ഉണ്ടായിരിക്കണം, ഇന്നലെ വരാത്തോണ്ടാണ്. പിന്നെന്ത്? സാധാരണ നമ്മൾ പറയില്ലേ, ഇതൊരു ലക്ഷണം ബറക്കത്തില്ലാത്ത സാധനമാണ്. സഹോദരങ്ങളെ, ആകെ ആദരവായ റസൂലുള്ളാഹി പറഞ്ഞു, ഏതെങ്കിലും കാര്യത്തിൽ ദുർലക്ഷണമുണ്ടെങ്കിൽ അത് 3 കാര്യങ്ങളിലാണ്. ഒന്ന് വീട്, ചില വീട് ചില ആളുകൾ വെച്ചാൽ അതോടെ അവന്റെ ജീവിതം തീർന്നു. 2 വാഹനം. റസൂലുള്ള പറഞ്ഞാണ്, സഹീഹായ ഹദീസാണ്. 3 കാര്യത്തിലാണ് അപലക്ഷണമുള്ളത്. 1 വീട്, ചില വീട് പണിത് കഴിഞ്ഞാൽ പിന്നെ അവൻ അതിനകത്ത് കയറി അതോടെ തീരും. 2 വാഹനം, ചില വാഹനം ചില ആളുകൾ എടുത്ത് അത് എന്ന് 24 പ്രാവശ്യം ഇടിക്കും ഇല്ലേ? ചില ലോറിയും ചില അംബാസഡർ കാറും ഒക്കെ എടുത്തവരില്ലേ? ആ വാഹനം അവന്റെ ജീവിതവും കൊണ്ട് അവനെയും കൊണ്ടേ പോകും. 3ാമത്തെ ദുർലക്ഷണമുള്ള 3ാമത്തെ സാധനം ഭാര്യ. ദുർലക്ഷണം 3 കാര്യങ്ങളിലുള്ള. നമ്മൾ പറയില്ലേ, ഓ ഇതെന്റെ കൈ കിട്ടിയോടെ തീർന്നു. അത് വണ്ടിയിലും ഉണ്ടാവാം, വീടിലും ഉണ്ടാകാം. 3ാമത് ഏലുണ്ടാവാം. റസൂലുള്ള പറഞ്ഞാണ് 3ാമത്തെ ഭാര്യ. ചില ആളുകൾ ചില ഭാര്യമാരെ കിട്ടി അവന്റെ ജീവിതം സുഖമായി വരും. എന്നാൽ ചില ആളുകൾക്ക് ചില ഭാര്യമാരെ കിട്ടി അവന്റെ ജീവിതം സ്വർഗമാണ്. ചില ആളുകൾക്ക് ചില ഭാര്യമാരെ കിട്ടിയാൽ അവന്റെ ജീവിതം നരകമാണ്. അള്ളാഹു നമ്മുടെ ജീവിതം സ്വർഗമാക്കട്ടെ. സഹോദരിമാരെന്നോട് പിണങ്ങണ്ട. റസൂലുള്ള പറഞ്ഞാണ് 3 കാര്യത്തിലേ ഈ ദുർലക്ഷണമുള്ളൂ. 3 കാര്യത്തിൽ, അല്ലാതെ പേനയിലില്ല, ചെരുപ്പിലില്ല. നമ്മൾ ഈ ചില സാധനങ്ങളൊക്കെ നമ്മൾ വലിയ പ്രശ്നങ്ങളാണ്. വീട് വെക്കുമ്പോ, വാഹനം വാങ്ങിക്കുമ്പോ, ഭാര്യയിൽ
ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ മൂന്ന് കാര്യങ്ങളിലാണ് ദുർലക്ഷണമുള്ളതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പൊ റസൂലുള്ളാഹ് പറഞ്ഞു, ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വിലമതിക്കാൻ കഴിയാത്ത നിധി അവന്റെ ഭാര്യയാണ്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആകട്ടെ. സാലിഹത്തായ പെണ്ണ്. സാലിഹത്തായ പെണ്ണെന്ന് പറഞ്ഞാരാ? ഒരു പെണ്ണ് സാലിഹത്താകണമെങ്കിൽ, അവള് സച്ചരിതയാവണമെങ്കിൽ, അവൾ നല്ല പെണ്ണാവണമെങ്കിൽ അവൾക്ക് 3 ലക്ഷണമുണ്ട്. ഒന്ന്, ഇന്നലറ ഇലൈഹ സർറത്ത്. വിഷമിച്ച് ബുദ്ധിമുട്ടി വരുന്ന ഭർത്താവ് വീട്ടിൽ വന്ന് അവളുടെ മുഖം കണ്ടാൽ, ഭാര്യയുടെ മുഖം കണ്ടാൽ ഭർത്താവിന് സന്തോഷം ഉണ്ടാവും. അങ്ങനെയുള്ള ഭാര്യ. ഒന്ന്, അവളുടെ മുഖത്ത് നോക്കിയാൽ ഭർത്താവിന്റെ ദുഃഖം മാറി സന്തോഷം ഉണ്ടാവണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് വീട്ടിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് കടവും കടത്തിന് മുകളിൽ കടവുമായിട്ട് വീടിന്റെ മുമ്പിൽ എത്തുമ്പോ തന്നെ സ്വീകരിക്കാൻ വേണ്ടി ഉമ്മറപ്പടിയിൽ കാത്തു നിൽക്കുന്ന ഭാര്യയെ കാണുമ്പോൾ ആ ഭർത്താവിന് സന്തോഷം ഉണ്ടായാൽ, പാടിയത് യേശുദാസാണേലും പറഞ്ഞതിൽ കാര്യമുണ്ട്, പൂമുഖവാതുക്കൽ സ്നേഹം തുളുമ്പുന്ന പൂന്തിങ്കളാണ് എന്റെ ഭാര്യ. ആ ഒരു പൂന്തിങ്കളാണ് നിന്റെ ഭാര്യയെങ്കിൽ. ഞാൻ ഒത്തിരി തമാശ പറഞ്ഞു എന്നാണ് പറയാം. അതുകൊണ്ട് ഞാനിപ്പോ തമാശ പറയണില്ലായിരുന്നു. ഞാൻ ഗൗരവത്തിൽ നിന്ന് പ്രസംഗിക്കാം. ഞാൻ ഇന്ന് ചിരിക്കുന്നുമില്ല, തമാശയും പറയുന്നില്ല. റാവുവിനെ മാരിയിരിക്കാൻ പോയി. നമ്മുടെ മരിച്ച നരസിംഹറാവു ഇല്ലേ, ഞാൻ ഇന്ന് ചിരിക്കുന്നുമില്ല, തമാശയും പറയുന്നില്ല. അപ്പോ രണ്ട് തന്റെ ഭർത്താവ് എന്തു പറഞ്ഞാലും ആ ഭാര്യ വഴിപ്പെടും, അനുസരിക്കും. 3, ഭർത്താവിന്റെ അഭാവത്തിൽ അവന്റെ സ്വത്തും അവളുടെ ശരീരവും അവൾ മറ്റുള്ളവരിൽ നിന്ന് സൂക്ഷിക്കും. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ ഒരു പെണ്ണ് സാലിഹത്തായ പെണ്ണാണ്. എന്റെ സഹോദരിമാര് ചിന്തിക്കുക, ഞാനൊരു സാലിഹത്തായ ഭാര്യയാണോ? എന്റെ മുഖം കണ്ട ഭർത്താവിന് സന്തോഷം വരുമോ? ഞാൻ എന്റെ ഭർത്താവ് പറയുന്നതെല്ലാം അനുസരിക്കുന്നുവോ? ഞാൻ എന്റെ ഭർത്താവിന്റെ അഭാവത്തിൽ സൂക്ഷിക്കേണ്ടതെല്ലാം അവന്റെ സ്വത്തും എന്റെ ശരീരവും ഞാൻ സൂക്ഷിക്കുന്നുവോ? ഈ 3 കാര്യങ്ങൾ ഉണ്ടായാൽ ഒരു പെണ്ണ് സാലിഹത്തായ പെണ്ണാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സഹോദരിമാരെ, നാം ജീവിക്കുന്നിടത്തോളം നമുക്കൊരു സാലിഹത്തായ സഹോദരങ്ങളെ, നമ്മുടെ ഭാര്യമാരുടെ നല്ല ഭാര്യയാവണ്ടേ? അതിന് ആദ്യം നീ നല്ല ഭർത്താവണ്ട, അപ്പൊ ഒരു നല്ല ഭാര്യയാവും. ഇൻഷാ അല്ലാഹ് ഇന്ന് പേടിക്കേണ്ട, നാളെ പുരുഷന്മാരുടെ കാര്യം ഞാൻ പറഞ്ഞോളാം. ഇന്ന് സ്ത്രീ എന്ന് പറയുന്നതാണ് വിഷയം. എന്നാൽ ഒരു യഥാർത്ഥ സ്ത്രീ ആരാണ്? ശ്രദ്ധിച്ചു കേട്ടോളൂ. യഥാർത്ഥ സ്ത്രീ ആരാണ്? സ്ത്രീ എന്ന് പറയുന്ന വിഷയം പറയുന്നതിന്റെ കാരണം എന്താ? ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ നബി വിവാഹം കഴിച്ചു. അവർ രണ്ടുപേരും വേറെ ഒരു സ്ഥാനത്ത് താമസമാണ്. ഇബ്രാഹിം നബി ഒരു ദിവസം തന്റെ പുത്രന്റെ വീട്ടിലെത്തി, ഇസ്മായിൽ നബിയുടെ വീട്ടിൽ. ആ സമയത്ത് ഇസ്മായിൽ നബി വീട്ടിലുണ്ടായിരുന്നില്ല. ഇത് വലിയ വിശാലമായൊരു വിഷയമാണ്. അതുകൊണ്ട് അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ മുഴുവൻ നമുക്ക് പറയാം. ഇബ്രാഹിം നബി വീട്ടിലില്ല. മരുമകൾക്കറിയില്ല എന്നത് തന്റെ ഭർത്താവിന്റെ പിതാവാണ്. കണ്ടിട്ടില്ല. ഭക്ഷണമൊക്കെ കൊടുത്തു, വീട്ടിലെ കയറ്റിയിരുത്തി. എല്ലാം കഴിഞ്ഞ് പോകാൻ നേരം ഇബ്രാഹിം നബി എന്ന വയോധികൻ പറഞ്ഞു ഭാര്യയോട്, നിന്റെ ഭർത്താവ് ഇസ്മായിൽ വരുമ്പോ പറയണം, ഗയ്യിർ ബാബക മിനൽ ബൈത്തി, വീടിന്റെ വാതില് ശരിയല്ല, അതൊന്ന് മാറ്റിവെച്ചേക്കാൻ പറയണം. ഇസ്മായിൽ നബി വന്നപ്പോ ഭാര്യ വിവരം പറഞ്ഞൊരു വൃദ്ധനായ ആള് വന്ന് പറഞ്ഞു, ഗയ്യിർ ബാബക മിനൽ ബൈത്തി, വീടിന്റെ വാതില് വലിയ മോശമാണ്, മാറ്റാൻ പറഞ്ഞു. ഇസ്മായിൽ നബി പറഞ്ഞു, വന്ന എന്റെ വാപ്പയാണ്, നിന്നെ തലാക്കിലിരിക്കുന്നു, പൊക്കോളാൻ പറഞ്ഞു. ആ വീടിന്റെ വാതില് ശരിയല്ല എന്ന് പറഞ്ഞ നിന്നെ കുറിച്ചാണ്. നീ ഒരു നല്ല ഭാര്യയല്ല. ഇബ്രാഹിം നബിക്ക് ഇഷ്ടപ്പെട്ടില്ല ആ പെണ്ണിന്റെ പെരുമാറ്റം. ആ പെണ്ണിനെ മാറ്റി രണ്ടാമത് വിവാഹം കഴിച്ചു. പതിവ് പോലെ ഇബ്രാഹിം നബി വന്നപ്പോ ഇസ്മായിൽ നബി വീട്ടിലില്ല. രണ്ടാമത് വിവാഹം കഴിച്ച ഭാര്യ മരുമകൾ ഇബ്രാഹിം നബിക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു. എല്ലാം കഴിഞ്ഞ് പോകാൻ നേരം ഇബ്രാഹിം നബി പറഞ്ഞു, നിന്റെ ഭർത്താവ് വരുമ്പോ പറയണം, സബ്ബിത്ത് ബാബക മിനൽ ബൈത്തി, വീടിന്റെ വാതില് നല്ല വാതിലാണ്, ഈ വാതില് തന്നെ നിലനിർത്താൻ പറയണം. തിരിച്ചു വന്നപ്പോൾ ഇസ്മായിൽ നബി വന്നപ്പോൾ ഭാര്യ വിവരം പറഞ്ഞു. ആ സമയത്ത് ഇസ്മായിൽ നബി പറഞ്ഞു, വന്നതെന്റെ പിതാവാണ്, നീയൊരു നല്ല ഭാര്യയാണെന്നാണ് അദ്ദേഹം അഭിപ്രായം രേഖപ്പെടുത്തിയത് എന്ന് ഇസ്മായിൽ നബി പറഞ്ഞു. ഞാൻ ഈ കഥ പറയാൻ കാരണം, എന്റെ സഹോദരങ്ങളെ, ഇബ്രാഹിം നബി ഒരു ഭാര്യയെ ഉപമിച്ചത് വീടിന്റെ വാതിലിനോടാണ്. ഒരു സമൂഹത്തിന്റെ വാതിലാണ് പെണ്ണ്.
ഒരു വീടിന്റെ കവാടമാണ് പെണ്ണ്. വാതില് ശരിയല്ലെങ്കിൽ പിന്നെ വീടെത്ര നന്നതായിട്ടും കാര്യമുണ്ടോ? വാതില് ശരിയല്ല എങ്കിൽ എത്ര വലിയ വീടാണെങ്കിലും വീട് കൊണ്ട് കാര്യമുണ്ടോ? ഒന്നാമത് വാതിലിന് കുഴപ്പം വന്നാൽ ചെറിയ വാതിലാണെങ്കിൽ വീടിന്റെ അകത്ത് കയറാൻ പറ്റില്ല. രണ്ടാമത് വീട് എത്ര വലുതാണെങ്കിലും ഫ്രണ്ട് വാതില് ദുർബലമാണെങ്കിലോ നമ്മളില്ലാത്ത സമയത്ത് കള്ളനകത്ത് കയറും, വിലപിടിപ്പുള്ള പലതും കറന്നുകൊണ്ടുപോകും. അതുകൊണ്ട് വീടിന്റെ വാതിലാണ് പെണ്ണ്. മൂന്നാമതിന് വേറൊരർത്ഥം കൂടിയുണ്ട്. നമ്മളൊരു വീട് വെച്ചാൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് മനോഹരമായി കൊത്തുപണിയൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് വീടിന്റെ പ്രധാനപ്പെട്ട വാതിലാണ്. അതുപോലെ